ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നോക്കാം. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം ആരാണ്? അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം ആരാണ്? മിച്ചൽ സ്റ്റാർക്കാണ്. മിച്ചൽ സ്റ്റാർക്ക്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച UAEയുടെ ദേശീയ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും മലയാളിയുമായ താരം ആരാണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച UAEയുടെ ദേശീയ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും മലയാളിയുമായ താരം ആരാണ്? മലയാളിയുമായ താരമാണ് CP റിസ്വാനാണ്. സീഷെൽസിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിതനായ മലയാളി ആരാണ്? തലശ്ശേരി സ്വദേശിയായ രോഹിത് രതീഷാണ് സീഷെൽസിലെ പുതിയ ഹൈക്കമ്മീഷണർ. ഇന്ത്യ ഏത് രാജ്യത്തു നിന്നുമാണ് S-400 പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നത്? റഷ്യയിൽ നിന്നുമാണ് ഇന്ത്യ S-400 എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നത്. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച എഴുത്തുകാരനും കവിയുമായ വ്യക്തി ആരാണ്? U ജയചന്ദ്രനാണ് അന്തരിച്ചു. അദ്ദേഹം എഴുത്തുകാരനും കവിയുമാണ്. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യ 32 ബിറ്റ് മൈക്രോ പ്രോസസ്സർ ഏതാണ്? വിക്രം 32 ആണ്. കുവൈറ്റിലെ ഇന്ത്യൻ വനിതാ അംബാസിഡർ ആരാണ്? കുവൈറ്റിലെ ഇന്ത്യൻ വനിതാ അംബാസിഡർ ആരാണ്? പരമിത ത്രിപാഠിയാണ് കുവൈറ്റിലെ ഇന്ത്യൻ വനിതാ അംബാസിഡർ. ബൈറാബി സൈറാങ് റെയിൽപാത വരുന്നത് ഏത് സംസ്ഥാനത്താണ്? ബൈറാബി സൈറാങ് റെയിൽപാത വരുന്നത് മിസോറാമിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ EVM ഉപയോഗിക്കാതെ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ EVM ഉപയോഗിക്കാതെ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കർണാടക. ആദ്യമായി സ്വന്തമായി ഒരു വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നതിന്റെ ഭാഗമായുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏതാണ്? ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഇ സമൃദ്ധയാണ്. താങ്ക് യു.